ഇന്ന് നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് ദ ട്രിനിറ്റിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മളിവിടെ എല്ലാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്നത് പുത്രത്വത്തിലുള്ള ദൈവത്തിന്റെ ഹൃദയം, ദ ഹാർട്ട് ഓഫ് ഗാഡ് ഇൻ സച്ച്. ഇതിനകത്ത് നാം വായിച്ചുവല്ലോ, അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്നും യോർദാനക്കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ സ്വർഗം തുറന്നു. സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം മുഴങ്ങുകയാണ്. രണ്ടാമതായി ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ട്. 3 വ്യക്തികളുടെ ഇടപെടലുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന്, സ്വർഗത്തിൽ നിന്നുള്ള ഇടപെടൽ. 2, പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവിന്റെ രംഗപ്രവേശനം. 3-ാമതായിട്ട് യേശു എന്ന ദൈവത്വം, ക്രിസ്തു അല്ലെങ്കിൽ പുത്രത്വം ഇവിടെ വെളിപ്പെടുകയാണ്. ഇതൊരു അല്പം ഗഹനമായ ഒരു ടോപ്പിക്കാണ്. എങ്കിലും തുടർമാനമായി നമുക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാവും. ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവവചനത്തെ വചനമായി തന്നെ മനസ്സിലാക്കുവാൻ കഴിയട്ടെ. ഈ തൃത്വം എന്ന് പറയുന്നത് നമുക്കറിയാം, പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമല്ല, മറിച്ച് ആരാധിക്കേണ്ടുന്ന ഒരു രഹസ്യമാണ്. പ്രിയമുള്ളവരെ, തൃത്വത്തെ മനസ്സിലാക്കുന്നത് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെയും ആഴങ്ങളെയും വ്യക്തമായി തെളിച്ചുകൊണ്ടാണ് ഇത് സംസാരിപ്പാനിടയാകുന്നത്. നമ്മുടെ വിശ്വാസത്തെ മനസ്സിലാക്കാനും പ്രതിരോധിക്കാനും ഈ ട്രിനിറ്റി സഹായിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ വചനം പഠിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം, നമ്മെ ദൈവത്തെ വ്യക്തിപരമായി അനുഭവിക്കുവാനും ആരാധിക്കുവാനും ഈ തൃത്വം സഹായിക്കും. തൃത്വത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുകയാണ്. ഒരു സ്നേഹനിധിയായ സജീവമായ ഒരു സാന്നിധ്യത്തെയാണ് ഇവിടെ കാണുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ, ഈ 3 പേരുടെ കൂട്ടായ്മ ഒരു വ്യക്തിയിൽ പൂർണ്ണമായി കൂടെ ഉണ്ട് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തും. വിശുദ്ധ കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി 3 പേര് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരേ ദൈവം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജനത്തിന്റെ നടുവിൽ സഹവാസിക്കുവാൻ, കൂട്ടായ്മ കൂടുവാൻ ഈ ഇവിടെ തൃത്വം തയ്യാറായി കഴിഞ്ഞു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 വ്യത്യസ്തമായ ചിത്രമാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പിതാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സൃഷ്ടാവായ ദൈവമാണ്, പരമാധികാരിയായ ഒരു ദൈവമാണ്. പുത്രൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കുറിച്ചാണ് കാണിക്കുന്നത്, മധ്യസ്ഥനായ ഒരു ചിത്രമാണ്. ആത്മാവെന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സഹായിയായിട്ട്, വഴികാട്ടിയായിട്ടാണ് കാണിക്കുവാനിടയാകുന്നത്. ഈ 3 പേരും സൃഷ്ടിയിലൂടെ, രക്ഷയിലൂടെ, പ്രാർത്ഥനയിലൂടെ, ദൗത്യത്തിലൂടെ, സമൂഹത്തിലൂടെ ഈ 3 പേര് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും ഞാൻ പറയാം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 പേരും സൃഷ്ടിയിലൂടെ, രക്ഷയിലൂടെ, പ്രാർത്ഥനയിലൂടെ, അതുപോലെ ദൗത്യത്തിലൂടെ സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കും. നമുക്ക് വിശദമായി ചിന്തിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്, തൃത്വത്തിൽ നമ്മുടെ ബുദ്ധിയെയും ഹൃദയങ്ങളെയും സ്പർശിക്കുന്ന ഒരു അഗാധമായ രഹസ്യം കാണുകയാണ്. എന്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത്? നമ്മുടെ ബുദ്ധി, നമ്മുടെ ഹൃദയം ഇവയെ സ്പർശിച്ചുകൊണ്ട് ഒരു അഗാധമായ രഹസ്യമാണ് ഈ തൃത്വം ഇവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ. ഈ 3 പേരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്ന അഗാധവും അഗോചരവും മഹത്വമായ പ്രവൃത്തി നമ്മുടെ മനസ്സിലാക്കേ മതിയാക്കി. അവിടെയാണ് ദൈവത്തിന്റെ സ്നേഹം. പിതാവിന്റെ സൃഷ്ടി, പുത്രന്റെ വീണ്ടെടുപ്പ്, ആത്മാവിന്റെ ശക്തീകരണം അല്ലെങ്കിൽ ആത്മാവിന്റെ ഊർജം, ശക്തി,
ഇവിടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ലോകത്തിന്റെ നടുവിലാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം, ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും പദ്ധതിയുടെയും പൂർണ്ണത പ്രിയമുള്ളവരെ ദൈവം നമുക്ക് കാണിച്ചു തരികയാണ്. എന്നോടൊപ്പം ചേർന്ന് പറഞ്ഞാട്ട്, പിതാവ് നമ്മുടെ സൃഷ്ടാവും പരമാധികാരിയുമാണ്. 2, പുത്രൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനും മധ്യസ്ഥനുമാണ്. 3, ആത്മാവ് നമ്മുടെ സഹായിയും വഴികാറ്റുമാണ്. ഈ 3 ഭാഗങ്ങൾ അതാത് നിലയിൽ മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, പിതാവ് നമ്മുടെ സൃഷ്ടാവാണ്, പരമാധികാരിയാണ്. പുത്രൻ യേശുക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരനും മധ്യസ്ഥനുമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായിയും വഴികാട്ടിയുമാണ്. വിശുദ്ധകരങ്ങളെ കുറിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഈ 3 പേരും എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്? സൃഷ്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, മനുഷ്യനിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതെ, രക്ഷയ്ക്ക് ആരംഭം കുറിക്കുന്നു, പ്രാർത്ഥനയിൽ ആമെ സഹായിക്കുന്നു, ദൗത്യത്തിൽ മിഷനിൽ സഹായിക്കുന്നു, സൊസൈറ്റിയിൽ സഹായിക്കുന്നു. അതുകൊണ്ട് ഈ തൃത്വം ആമെ സൃഷ്ടിയിലും രക്ഷയിലും പ്രാർത്ഥനയിലും ദൗത്യത്തിലും സമൂഹത്തിലും ഒന്നടങ്കം ഈ ട്രിനിറ്റി വ്യാപരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ഹൃദയങ്ങളെയും സ്പർശിച്ചുകൊണ്ട് ഈ ട്രിനിറ്റി, ഈ തൃത്വം ഇവിടെ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ട് ഹല്ലേലൂയ. തൃത്വം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 3 വ്യത്യസ്തമായ ഘടകങ്ങൾ ചേർന്ന് ഏകോപിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഈ പ്രവർത്തനത്തെയാണ് തൃത്വം എന്ന് വിശേഷിപ്പിക്കുന്നത്. 3 വ്യക്തികളിലായി ഒരേ ഒരു ദൈവം, 1 God in 3 persons. തൃത്വ സിദ്ധാന്തം പഠിപ്പിക്കുന്നത് ദൈവം സാരാംശത്തിൽ ഏകനാണെന്നും, എന്നാൽ പിതാവായ ദൈവം, പുത്രനായ ദൈവം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു എന്ന ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്നിങ്ങനെ 3 വ്യത്യസ്ത വ്യക്തികളിലൂടെയാണ് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ഓക്കെ, എന്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കുക പ്രിയമുള്ളവരെ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ തൃത്വം എന്ന വാക്ക് തിരുവചനത്തിൽ എങ്ങും തന്നെ കാണുന്നില്ലെങ്കിലും കൃത്യവിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് എന്ന് നമുക്ക് സംശയമില്ലാതെ നമുക്ക് ഉറപ്പിച്ച് പ്രഖ്യാപിക്കാൻ കഴിയും. അതിന് ചില വേദവചനങ്ങൾ നമ്മൾ ഇവിടെ ഉച്ചരിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വചനം അവിടെ ഇങ്ങനെ പറയുന്നു: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അവിടെ എന്തൊക്കെയാണ് പറയുന്നത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ 3 വ്യക്തികളും ഒരുമിച്ച് ഏകോപിപ്പിച്ചുകൊണ്ട്, സമന്വയിപ്പിച്ചുകൊണ്ട്, ചേർത്ത് നിർത്തിക്കൊണ്ട് അവർ പറയുകയാണ്, നിങ്ങൾ പോകുക, സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുക, സ്നാനം കഴിപ്പിക്കുക എന്നൊക്കെ ഇവിടെ ഉദ്ധരിക്കുകയാണ്. അതിനോട് ചേർന്ന് മറ്റൊരു വചനമാണ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാം വചനത്തിൽ അവിടെ ഇങ്ങനെ വ്യക്തമാക്കി പറയുന്നു: കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഇവ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഒരു ആശീർവാദ ചിത്രമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, യേശുക്രിസ്തുവിന്റെ കൃപ, ഇതിന്റെ ഒരുമിച്ചുള്ള അനുഗ്രഹമാണ് അവിടെ വ്യക്തമാക്കുവാൻ കഴിയുന്നത്. അപ്പം ദൈവം ഒരു റിലേഷൻഷിപ്പിലൂടെ ഇവിടെ തൃത്വത്തെ കാണിച്ചു തരികയാണ്. പ്രൈസ് ദി ലോർഡ്. പിതാവും പുത്രനും ഒരുമിക്കുന്നു, പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് നിന്നുകൊണ്ട് ബന്ധുത്വമുള്ളവനായി, റിലേഷൻഷിപ്പ് ഉള്ളവനായി തൃത്വം നമ്മുടെ നടുവിൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സംവിധാനമാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ദൈവത്തെയും അതുപോലെ തന്നെ പരസ്പരം സ്നേഹിക്കാനുള്ള നമ്മുടെ ആഹ്വാനത്തിലേക്ക് തൃത്വത്തിനുള്ള അടുപ്പം അല്ലെങ്കിൽ തൃത്വത്തിനുള്ളിലുള്ള കൂട്ടായ്മ നമുക്ക് കാണിച്ചു തരികയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവരുടെ 3 പേരുടെയും സ്നേഹത്തിന്റെയും ഐക്യതയുടെയും ചിത്രം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർത്ത് നിർത്താനുള്ള അഗാധമായ ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ കൂട്ടായ്മയുടെ ഒരു വെളിപ്പാടാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. പ്രിയരെ, പിതാവ്
സൃഷ്ടാവാണെന്നും പരമാധികാരിയാണെന്നും വ്യക്തമാക്കുമ്പോൾ, ക്രിയേറ്റർ ആണെന്നോ അതുപോലെ തന്നെ കെയർ ടേക്കർ ആണെന്നും വ്യക്തമാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. നാം വിശ്വസിക്കുന്ന ദൈവം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, പ്രപഞ്ചത്തിന്റെ പരിപാലകനാണ്. അവൻ ആ റോൾ ഏറ്റെടുത്ത് മുഴുവൻ സമയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്ന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വചനം ഇങ്ങനെ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആര് സൃഷ്ടിച്ചു? പിതാവായ ദൈവം, ക്രിയേറ്റർ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കെയർ ടേക്കർ എന്ത് ചെയ്തു? ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ 1-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെ എന്താണ് പറയുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. അവൻ മുഖാന്തരം സകലതും ഉളവായതൊന്നും അവനെ കൂടാതെ അല്ല എന്ന് ഇവിടെ വ്യക്തമാക്കിയ. അപ്പൊ യേശു ക്രിസ്തു ആദിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ സൃഷ്ടിതാവായ ദൈവം, ക്രിയേറ്ററായ ദൈവം, ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ആദിയിൽ ഉണ്ടായിരുന്നു. അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. ആര്? യേശു ക്രിസ്തു ദൈവത്തോട് കൂടെയായിരുന്നു. ഓൾറെഡി ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്. ദൈവം എന്ന് പറയുന്ന ആ മഹാസംഭവത്തെ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെ വ്യത്യസ്ത നിലകളിൽ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവം എന്ന് പറയുമ്പോൾ അതിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു പദമുണ്ട്, ഞങ്ങൾ എന്നൊരു പദം. ബൈബിളിൽ പല പ്രാവശ്യം പിതാപുത്ര പരിശുദ്ധാത്മാവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ എന്ന പദം വേദപുസ്തകത്തിലുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഈ 3 പേരും ഒന്നായിരിക്കുമ്പോൾ തന്നെ ഇവരിൽ 3 പേരിൽ നിക്ഷിപ്തമായിരിക്കുന്ന റോളുകൾ വ്യത്യസ്തമാണ്. അപ്പം പരമാധികാരിയായ ദൈവം, സർവശക്തനായ ദൈവം, ഉൽപ്പത്തി 1:1 യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ആദിയിൽ ആരുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു. ദൈവത്തെ സ്തുതിച്ചാൽ പിതാവിന്റെ സ്നേഹം ഒരു ആഴമേറിയ സത്യമാണ് പ്രിയരെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 16-ാം വചനത്തിൽ പറയുന്നത് പോലെ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ശ്രദ്ധിച്ച് കേൾക്കുക, പിതാവിന്റെ സ്നേഹം ആഴമേറിയ സ്നേഹമാണ്. ലോകത്തെ സ്നേഹിച്ചു. ആരെ? തന്നിൽ ഉണ്ടായിരുന്ന പുത്രനായവൻ, തന്നിൽ ഉണ്ടായിരുന്ന ക്രിസ്തുവായവൻ, മശിയായവൻ. ഞാൻ ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് അവനെ ലോകത്തിലേക്ക് അയച്ചു. ഇത് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കേൾക്കുക. അപ്പോൾ ഏകജാതനായ പുത്രൻ, ഹല്ലേലൂയ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാകുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കരുതലായി, മാർഗദർശകനായി കടന്നു വരുന്നു. അത് എത്ര ശ്രേഷ്ഠമേറിയ അനുഭവമാണ്. പിതാവിന്റെ പരിപാലന പങ്ക് ആഴത്തിൽ മനസ്സിലാക്കുന്നത് ഇവിടെയാണ്. യേശു ക്രിസ്തു അവൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു. പരിശുദ്ധാത്മാവ് ആശ്വാസദായകനായി കാണുന്നു. പുത്രനെ കുറിച്ച് എന്താണ് നമ്മൾ പഠിക്കുന്നത്? അവൻ വീണ്ടെടുപ്പുകാരനാണ്, റെഡീമറാണ്, അവൻ സേവ്യറാണ്, രക്ഷകനാണ്. പുത്രനായി യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന് നാം 1-ാം അധ്യായത്തിൽ പഠിച്ചു കഴിഞ്ഞു. അതോ ഒന്ന് പലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ അതൊന്ന് കേൾക്കണം. വചനം നമ്മളെ ശക്തീകരിക്കും. അപ്പോൾ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ യേശുവിനെ ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നു. അവൻ വീണ്ടെടുപ്പുകാരനാണ്, അവൻ രക്ഷകനാണ്. ഹല്ലേലൂയ. മനുഷ്യവംശത്തെ, ഇദ്ദേഹത്തിന്റെ റോൾ എന്താണ്? ഇദ്ദേഹത്തിന്റെ റോൾ എന്ന് പറയുന്നത് മനുഷ്യവംശത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുക. തകർന്ന ബന്ധം, ആരുമായിട്ടുള്ള തകർന്ന ബന്ധം? ദൈവവുമായിട്ടുള്ള തകർന്ന ബന്ധം പുനഃസ്ഥാപിക്കുക. ഇതാണ് യേശുക്രിസ്തുവിലുള്ള റോൾ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയും, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ വീണ്ടെടുപ്പുകാരനെ ആര് കാണുന്നുവോ, രക്ഷകനെ ആര് ഗ്രഹിക്കുന്നുവോ, മനസ്സിലാക്കുന്നുവോ, അവരിലൂടെ ആരെ കാണാൻ കഴിയും? പിതാവായ ദൈവത്തെ കാണാൻ കഴിയും.
അപ്പൊ യേശു ക്രിസ്തു പറയുന്ന പദം ഇതാണ്. 14:9 യോഹന്നാൻ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കൊലോസ്യ ലേഖനം ഒന്ന് വായിക്കുമോ? 1 അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ അവിടെ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത വ്യക്തമാക്കുന്നു. ക്രിസ്തുവിന്റെ സൃഷ്ടിയിലെ അനുരഞ്ജനമോടെ വ്യക്തമാക്കുന്നു. ക്രിസ്തുവിലെ റോള്, അതിന്റെ യഥാർത്ഥമായ പങ്ക് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അവിടെ എന്താണ് പറയുന്നത്? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദിജാതനുമാണ്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടാകണം. ഇത് ഒരു ബിബ്ലിക്കൽ ഭാഷയാണ്. ബൈബിളിലെ ആഴമേറിയ ശബ്ദങ്ങളാണ്. ഇതെന്റെ സ്വന്തമല്ല. അതുകൊണ്ട് അത് കേൾക്കണമെങ്കിൽ, അത് ഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം നന്നായി തുറന്നിരിക്കണം. ഒരു ഡിസ്റ്റർബൻസും നമ്മുടെ മൈൻഡിലേക്ക് ഉണ്ടാകാൻ തക്കവണ്ണം ഇടയാകരുത്. നമ്മുടെ മൈൻഡ് ക്ലിയർ ആയിരിക്കണം. ആ വചനം നിങ്ങൾ അതേപോലെ മനസ്സിലാക്കുക. അവിടെ എന്താണ് പറയുന്നത്? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. 16-ാം വചനം, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം, അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെയും തലയാകുന്നു. സകലത്തിനും അവൻ മുഖാന്തരം ഉണ്ടാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവസമ്പൂർണത നിറഞ്ഞു നിൽക്കുന്നു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? ഇതാ വേദഭാഗം ഒന്ന് ശാന്തമായി ഒന്ന് വായിച്ചാൽ. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1 അധ്യായം 15-20 മുതൽ അവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയാണ്. പ്രിയരെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എന്നോടൊപ്പം വരണേ. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ക്രിസ്തുവിലൂടെ വെളിപ്പെടുകയാണ്. സൃഷ്ടിയിലും ദൈവത്തിന്റെ അനുരഞ്ജനം കാണിക്കുകയാണ്. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. ഇതാരെ കുറിച്ചാ പറയുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ച്. സർവസൃഷ്ടിയുടെ ആദിജാതൻ ആരെ കുറിച്ചാ പറയുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ച്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായ സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ആരെ കുറിച്ചാ പറയുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ച്. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആരെ കുറിച്ചാ പറയുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ച്. യേശു ക്രിസ്തു മുഖാന്തരം, യേശു ക്രിസ്തുവിനാൽ സകലവും സൃഷ്ടിക്കപ്പെട്ടു. അവൻ സർവത്തിനു മുമ്പേയുള്ളവൻ. ആരെ കുറിച്ചാ പറയുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ചാ പറയുന്നത്. അത് യേശു ക്രിസ്തു സർവത്തിനും മുമ്പേ ഉള്ളവൻ. അവൻ സകലത്തിനും ആധാരമാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയൊക്കെ യേശു ക്രിസ്തുവിന്റെ ആധാരമാണ്. നമ്മുടെ ഒന്നും കൈകളിൽ നിൽക്കത്തില്ല. ഹല്ലേലൂയ. സുനാമിയിലൂടെയും ഭൂകമ്പത്തിലൂടെയും ഒക്കെ ഇന്ന് ദൈവം തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. മ്യാൻമാറിലും തായ്ലൻഡിലൊക്കെ സംഭവിച്ചത് നമുക്കറിയാമല്ലോ. വമ്പിച്ച ഹല്ലേലൂയ കെട്ടിടങ്ങളാണ് ചീട്ടുകൊട്ടാരം പോലെ തകരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് യേശു ക്രിസ്തു സകലത്തിനും ആധാരമുള്ളവനാണ്. ആധാരം അവന്റെ പക്കലുണ്ട്. യേശു ക്രിസ്തുവിന്റെ സഭ എന്ന ശരീരത്തിന്റെ തല ആരാണ്? ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ സകലത്തിനും അവൻ മുമ്പനാകേണ്ടതിനും അവൻ എന്ത് ചെയ്തു? ആരംഭമായി മാറി. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യജാതനായി മാറി. ആരാ മരിച്ചവരുടെ ഇടയിൽ ആദ്യജാതനായി മാറിയത്? ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ സർവസമ്പൂർണത നിറഞ്ഞു നിൽക്കുന്നു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സകലർക്കും സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും യേശു ക്രിസ്തുവിനോട് കൂടെ നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. അങ്ങനെ തന്നെയാ ബൈബിൾ പറയുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിൽ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. കാരണം ക്രിസ്തു ആദ്യജാതനാണ്. മരിച്ചവരിൽ സകലത്തിനു മുമ്പേ ഉണ്ടായിരുന്നവനാണ്. ഹല്ലേലൂയ. സകലതും അവൻ മുഖാന്തരമുളവായി. സകലത്തിന്റെയും ആധാരം യേശു ക്രിസ്തുവിലാണ്. ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, വർത്തത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരം മുഴുവനും ക്രിസ്തുവിലാണ്.
ന്യായം വിധിക്കുന്നതും ആരാണ്? സകലത്തെയും യേശു ക്രിസ്തുവാണ്. ഹലോ, കരങ്ങളെ ദൈവത്തെ സ്തുതിച്ചാൽ അപ്പോൾ മനസ്സിലാക്കുക, പിതാവിന്റെ റോൾ എന്താണ്? അവൻ പരമാധികാരിയാണ്. അവൻ ഓൾ ഇൻ ഓൾ ആണ്. എന്നാൽ പുത്രൻ ആരാണ്? യേശു ക്രിസ്തു ആരാണ്? അവൻ വീണ്ടെടുപ്പുകാരനാണ്. തകർന്ന ബന്ധത്തെ, ദൈവവുമായിട്ടുള്ള തകർന്ന ബന്ധത്തെ പുനഃസ്ഥാപിക്കുക. അവൻ റെഡീമറാണ്. ആര്? യേശു ക്രിസ്തു. പരിശുദ്ധാത്മാവിന്റെ റോളൊന്ന് മനസ്സിലാക്കിക്കേ. അവൻ കംഫോർട്ടബിൾ ആണ്, അവൻ സ്ട്രോങ് ആണ്. പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? വിശ്വാസികളോടൊപ്പമുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണ് വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവ് ശക്തി നൽകുന്നു, നയിക്കുന്നു, ബോധം നൽകുന്നു, ആശ്വസിപ്പിക്കുന്നു. വിശ്വാസികളെ ക്രിസ്തുവിന്റെ പ്രതിച്ഛായയോട് അനുരൂപപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 16 മുതൽ 17 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കും. ആര് പറയാ? യേശു കർത്താവ്, നമ്മുടെ റെഡീമർ പറയുകയാണ്, സേവിയർ പറയുകയാണ്. എന്ത്? ഞാൻ എന്റെ ക്രിയേറ്ററോട് ഞാൻ അപേക്ഷിക്കും. അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിനെ നിങ്ങൾക്ക് അയച്ചു തരും. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിന് അറിയാം, ഞാൻ മാത്രമല്ല പിതാവിനോടൊപ്പം ഇരിക്കുന്നത്, എന്റെ പിതാവിനോടൊപ്പം ഒരുവനും കൂടെ ഉണ്ട്. അവന്റെ പേരെത്രേ? പരിശുദ്ധാത്മാവ്. ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാണ്. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട്. ഈ സ്തുതിച്ചുകൊണ്ടിരിക്കുക എന്ന് ഞാൻ പറയാൻ കാരണം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ അധീനതയിൽ നാം വരണം. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ അധീനതയിൽ വരണം. ദൈവത്തിന്റെ അധികാരത്തിന്റെ അധീനതയിൽ വരണം. ദൈവത്തിന്റെ ശക്തിയുടെ അധീനതയിൽ വരണം. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നാം അറിയാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മഹത്വമായ അനുഭവത്തിലേക്ക് നമ്മൾ ലയിച്ചു ചേരുകയാണ്, മറിയുകയാണ്. ഹലോ, ഹല്ലേലൂയ. ഇവിടെ തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കും. അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ എന്ത് ചെയ്യാനാ? കാര്യത്തിന്റെ റോൾ എന്താ? ഓരോ ദൈവത്തോട് അടുത്ത് വരുന്ന ഓരോ ദൈവമക്കളെ എന്ത് ചെയ്യുക? ബോധം നൽകുവാൻ. പാപത്തെ കുറിച്ച് ബോധം, ന്യായവിധിയെ കുറിച്ചുള്ള ബോധം, നീതിയെ കുറിച്ചുള്ള ബോധം നൽകുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് ബുദ്ധിയും ജ്ഞാനം നൽകുന്നു. ഹല്ലേലൂയ. പ്രവൃത്തി പുസ്തകം 1-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വചനം പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് പറയുന്നത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ശക്തി ലഭിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ റോൾ എന്താണ്? നമുക്ക് ശക്തി നൽകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ റോൾ എന്താണ്? നമുക്ക് ബുദ്ധിയും ജ്ഞാനം നൽകുന്നു. നമുക്ക് ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ബോധം നൽകി, വിവരം നൽകി, നമ്മളെ സുബോധത്തിലേക്കും സത്യത്തിന്റെ യാഥാർത്ഥ്യമായ മർമ്മങ്ങളിലേക്കോ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. സ്വതന്ത്രം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. ഇനിയും തീർന്നില്ല ഇവരുടെ റോളുകള്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യക്തിപരമായ സാന്നിധ്യം നമ്മളിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന സാന്നിധ്യം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണോ എന്ന് പ്രിയരെ നാം ശോധന ചെയ്യണം. ഒരിക്കലും അശുദ്ധിയുടെ ആത്മാവ്, ദുഷ്ടതയുടെ ആത്മാവ്, അതിക്രമത്തിന്റെ ആത്മാവ്, സ്വാർത്ഥതയുടെ ആത്മാവ്, ഈ ലോകത്തിന്റെ പൈശാചിക ശക്തിയുടെ ഒരാത്മാവിന്റെ സാന്നിധ്യം നമ്മളിൽ വസിക്കരുത്. നമ്മളിൽ നിരന്തരം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വസിക്കണം. ആത്മീയ സന്തോഷത്തിൽ നാം മതിമറക്കണം. ആത്മീയ സാന്നിധ്യത്തിന്റെ നിറകുടമായി നാം മാറണം. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ ആത്മാവിലാണോ എന്ന് ഓരോ നിമിഷം പരിശോധിച്ചുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അഹങ്കാരം വരും, നമ്മളിൽ സ്വാർത്ഥത വരും, സൗന്ദര്യപ്പണക്കം വരും, പല അപകടകരമായ ഭാവ സ്വഭാവങ്ങൾ നമ്മുടെ ഹൃദയത്തെ പറ്റിപ്പിടിക്കും. അതിന് നമ്മുടെ ഹൃദയം അനുവദിക്കരുത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ഡ്യൂട്ടി എന്താണ്? അവൻ നമ്മളെ ശക്തീകരിക്കുന്നതാണ്. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 16-ാം വചനം എന്താണ് പറയുന്നത്? നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം വഹിക്കുന്നു.
ഇതൊരു ദൈവശാസ്ത്രപരമായ അറിവ് മാത്രമല്ല, ഹല്ലേലൂയ, ദൈവവുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന, വിശ്വാസിയുടെ ഹൃദയത്തെ ബാധിക്കുന്ന അനുഭവപരമായ സത്യമാണ് പ്രിയരെ. പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമ്മോട് സാക്ഷ്യം പറയും. എന്റെ ബ്രദർ, എന്റെ മകൻ, എന്റെ മകൾ എന്റെ ഹിതം ചെയ്യുന്നു, അവൻ സത്യം സംസാരിക്കുന്നു, അവൻ നീതി പ്രവർത്തിക്കുന്നു, അവൻ നന്മ ചെയ്യുന്നു, അവൻ ദൈവവചനം വായിക്കുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു, അവൻ ആത്മീയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നു. ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിന്ന് സാക്ഷ്യം പറയുന്നു എന്നാണ് റോമാലേഖനം 8:14. അതിന് നാം ദൈവമക്കളായിരിക്കണം. എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവെന്ന വലയത്തിൽ മറയണം. നമ്മൾ എവിടെ പോകേണ്ടവരാണ്? സ്വർഗത്തിൽ പോകേണ്ടതാണ്. സ്വർഗം വിശുദ്ധമാണ്. അവിടെ ദൂതന്മാർ വിശുദ്ധരാണ്. അവിടെയുള്ള സകല സംവിധാനവും വിശുദ്ധമായ സംവിധാനമാണ്. അതുകൊണ്ട് ഭൂമിയിലിരിക്കുന്ന ഓരോ വ്യക്തി വിശുദ്ധരായിരിക്കണം. നാം നമ്മെ തന്നെ അനുദിനം വിശുദ്ധീകരിക്കണം. ദൈവം വിശുദ്ധനായതുപോലെ നാം വിശുദ്ധരായിരിക്കണം. ദൈവം നീതിയുള്ളവനായിരിക്കുന്നത് പോലെ നാമും നീതിയുള്ളവരായിരിക്കണം. ഇവിടെ ഒരിക്കലും പാപത്തിന്റെ ശക്തിയുടെ പ്രവൃത്തി എന്നിലും നിങ്ങളിലും വെളിപ്പെടാൻ പാടില്ല എന്നിവിടെ ആത്മാവ് നമ്മുടെ ബുദ്ധി ഉപദേശിക്കുക. ഇനി ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ മൂന്ന് പേരുടെ ഐക്യത ഒന്ന് ശ്രദ്ധിക്കണം. യൂണിറ്റി ഓഫ് ദ ട്രിനിറ്റി. ദൈവം മൂന്ന് വ്യക്തികളായി വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവർ സാരാംശത്തിൽ എന്താണ്? ഒന്നാണ്. അത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും. തൃത്വത്തിനുള്ളിലെ ബന്ധം എന്ന് പറഞ്ഞാൽ പറഞ്ഞുവല്ലോ, ഭയങ്കര ഐക്യമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഭയങ്കര ഐക്യം. യഥാർത്ഥത്തിൽ ഐക്യം കാണണമെങ്കിൽ, യഥാർത്ഥത്തിൽ സ്നേഹം കാണണമെങ്കിൽ, അവരുടെ പ്ലാനും അവരുടെ ഡിസിഷനും കാണണമെങ്കിൽ ഈ യൂണിറ്റിയിലേക്ക് ഒന്ന് കടന്നു വരണം. യോഹന്നാൻ 10:30 പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ഞാനും പിതാവും ഒന്നാണ്. ഞാനും പിതാവും ഒന്നാണ്. യേശുവിന്റെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോഴും, യേശുവിന്റെ ജീവിതത്തിൽ ഉപദ്രവങ്ങളും വേദനകളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലും വരുമ്പോഴും പറയുന്നത് ഇതാണ്: ഞാനും പിതാവും ഒന്നാണ്. എത്ര പേർക്ക് പറയാൻ കഴിയും കഷ്ടത വരുമ്പോൾ എന്റെ പിതാവ് ഞാനും ഒന്നാണെന്ന് പറയാൻ? നിന്ദിക്കപ്പെടുമ്പോൾ, പഴിക്കപ്പെടുമ്പോൾ, പള്ളി പ്രശ്നരാക്കുമ്പോൾ, നമ്മളെ സമൂഹം ഒറ്റപ്പെടുത്തുമ്പോൾ, കുടുംബക്കാർ, ബന്ധുമിത്രാദികൾ, സ്നേഹികൾ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ എത്ര പേർക്ക് ആത്മാവിൽ നിറഞ്ഞു പറയാൻ കഴിയും, എനിക്ക് ഈ ലോകത്തിൽ ആരും എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവം ഞാനും ഒന്നാണ്. യൂണിറ്റി ഓഫ് ദ ട്രിനിറ്റി. യോഹന്നാൻ 18:21-23 എന്താണ് പറയുന്നത്? ദൈവത്തിനുള്ളിൽ പങ്കിടുന്ന ഐക്യത്തെ ഒന്ന് ശ്രദ്ധിക്കണം. വിശ്വാസികളുടെ ഐക്യത്തിന് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. എന്റെ പിതാവേ, നമ്മളൊക്കെ ഒന്നായിരിക്കുന്നത് പോലെ എനിക്ക് നീ തന്ന ഈ ആടുകളൊക്കെ ഉണ്ടല്ലോ, നമ്മോടൊപ്പം ഒന്നായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങും ആഗ്രഹിക്കുന്നു. അവിടുത്തെ സഹായം ഈ ആടുകളോട് കൂടെ ഉണ്ടാകണമേ. ഇതാണ് യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അത് ഞാനും നിങ്ങളും ഒരുമിച്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങളായി മാറണം. സംഘടനകളും സഭകളും മതങ്ങളും ഒക്കെ ഇവിടെ കൊള്ളൂ. പ്രമാണങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇവിടെ കൊള്ളൂ. പൊളിറ്റീഷ്യനും റിലീജിയനും ഒക്കെ ഇവിടെ കൊള്ളൂ. യേശു ക്രിസ്തുവുമായിട്ട് ഒന്നാകണമെന്ന് ഈ യൂണിറ്റി നമ്മളെ വ്യക്തമാക്കിയാണ്. ഈ തൃത്വം നമ്മളെ വ്യക്തമാക്കിയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം സേവിക്കാൻ ഇവിടെ ക്രിസ്ത്യാനികളെ ഈ യൂണിറ്റി ആഹ്വാനം ചെയ്യുന്നു. എഫേസ്യർ 4:3 വായിക്കുന്ന ദൈവമക്കൾക്കറിയാം, സമാധാന ബന്ധത്തിലൂടെ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ എല്ലാ നിലയിലും നിങ്ങൾ പ്രയത്നിക്കുവീൻ. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നമുക്ക് ഈ ഭൂമിയിൽ ഒരുത്തരും നമ്മുടെ ശത്രുവല്ല. നമുക്ക് പലപ്പോഴും ഫീലിംഗ് ആയിട്ട് ശത്രുക്കളായിട്ട് പലരെയും കണ്ടേക്കാം. പക്ഷെ അവരാരും ശത്രുക്കളല്ല, അവരെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ അവർ മൂന്നുപേരും ഒന്നായിരിക്കുന്നത് പോലെ. പ്രിയ കുഞ്ഞുങ്ങളെ,
പ്രിയ ദൈവത്തിൻ മക്കളെ, നാം ഒന്നായിരിക്കണമെന്ന് യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഇവിടെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. ഐക്യത നിർബന്ധമാണ്, സ്നേഹം നിർബന്ധമാണ്, സമാധാനം നിർബന്ധമാണ്. അതുകൊണ്ട് സമാധാന ബന്ധത്തിലൂടെ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ അതിനു വേണ്ടുന്ന എത്രമാത്രം വില കൊടുക്കേണ്ടി വന്നാലും പ്രയത്നിക്കേണ്ടി വന്നാലും ആത്മീകൻ തയ്യാറാകണമെന്ന് ഇവിടെ കർത്താവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭുക്കോ മഹിമയിലെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അക്കമിട്ട് പറയാനുണ്ട്. എന്റെ മുമ്പിൽ സമയമില്ല. ദൈവം അനുവദിച്ചാൽ നമുക്കത് പിന്നീട് ചിന്തിക്കാം. സൃഷ്ടിയിലെ തൃത്വം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ ഏകീകൃത പ്രവൃത്തി തിരിച്ചറിയണം. 2, യേശുവിന്റെ സ്നാനത്തിലെ തൃത്വം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ. 3, രക്ഷയിലെ തൃത്വം, ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതി. 4, പ്രാർത്ഥനയിലെ തൃത്വം, ദൈവത്തിന്റെ റിലേഷൻഷിപ്പ് സാന്നിധ്യം. 5, മഹത്തായ കമ്മീഷനിലെ തൃത്വം, നമ്മിലൂടെയുള്ള ദൈവത്തിന്റെ ദൗത്യം. 6, ക്രിസ്തീയ സമൂഹത്തിലെ തൃത്വം, ദൈവത്തിന്റെ ഐക്യത്തിന്. ഇങ്ങനെ 6 ഘടകങ്ങൾ ഈ യൂണിറ്റിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? അതുകൊണ്ട് ദൈവം സഹായിച്ചാൽ അടുത്ത വെള്ളിയാഴ്ച 7:45 എല്ലാവരും കടന്നു വരിക. ഇതിനകത്തെ ആത്മീയ മർമ്മങ്ങളെ നമുക്ക് ഗ്രഹിക്കാം, ദൈവശക്തിയെ അനുഭവിച്ചറിയാം. അതിന് നിങ്ങൾ സമയം കണ്ടെത്തൂ. ഈ നിങ്ങൾ ചെലവഴിക്കുന്ന ഈ അരമണിക്കൂർ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകുകയല്ല. ഞാൻ അത് നന്നായിട്ട് 100% ഗ്യാരണ്ടിയോട് പറയുന്നു. കാരണം വചനം സത്യമാണ്, അത് ജീവിപ്പിക്കുന്നതാണ്. അത് നമ്മുടെ ആന്തരികങ്ങളെ, അവസ്ഥകളെ സമൂലമായ ഒരു പരിവർത്തനത്തിലേക്ക് നയിക്കും. നമ്മളെ ഒരു യഥാർത്ഥ ദൈവവിധലാക്കി മാറ്റും. യഥാർത്ഥ ഒരു ദൈവത്തിന്റെ മകനും മകളുമായി മാറുവാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പിതാവ് എന്താണ്? പിതാവിന്റെ റോൾ എന്താണ്? അവൻ നമ്മുടെ സൃഷ്ടാവാണ്, പരമാധികാരി. പുത്രന്റെ റോൾ എന്താണ്? അവൻ വീണ്ടെടുപ്പുകാരനാണ്, മധ്യസ്ഥനാണ്. പരിശുദ്ധാത്മാവിന്റെ റോൾ എന്താണ്? അവൻ നമ്മുടെ സഹായിയാണ്, വഴികാട്ടിയാണ്. The Father is our creator and sovereign. The Son is our redeemer and mediator. The Spirit is our helper and guide. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സന്ധ്യാവേളയ്ക്കായി നന്ദി പറയുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിന്റെ മുമ്പാകെ കടന്നു വരും ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനായി നന്ദി. ഞങ്ങളെ അനുദിനം ആത്മീയ ചൈതന്യത്തിലേക്ക്, നിത്യതയിലേക്ക് അടുപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു പിതാവേ. ഈ രാത്രി കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ ജനത്തെ അങ്ങയുടെ കൈകളിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോകരുത്. എല്ലാവരും സ്വർഗത്തിലെത്തണം. അടിയങ്ങൾ ഉൾപ്പെടെ, അടിയുടെ കുടുംബം ഉൾപ്പെടെ, കൂടി വന്ന ജനം ഉൾപ്പെടെ, ലോകം പാടുള്ള സകല വിശുദ്ധന്മാരും ഉൾപ്പെടെ സ്വർഗത്തിലെത്തണം. അതിന് അങ്ങയുടെ വചനം ഞങ്ങളെ ജീവിപ്പിക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളെ ശക്തീകരിക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ സകല നിന്ദകളിൽ നിന്നും, പരിഹാസങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, വെല്ലുവിളികളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളെ തികഞ്ഞ പുരുഷത്വത്തിലേക്ക് നിർത്തണമേ, തികഞ്ഞ വ്യക്തിത്വത്തിലേക്ക് നിർത്തണമേ, തികഞ്ഞ ആത്മീയ അനുഭവത്തിലേക്ക് നിർത്തണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കടന്നു വന്ന ജനത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മഹത്വം കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആസ്വദിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗവും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേൽ ഇപ്പോഴെപ്പോഴും കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. Praise the Lord. Hallelujah. God bless you.